ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോയിട്ട് വന്നില്ല മലയ്ക്ക് പോയിട്ടുണ്ട്. അവർ വരുമ്പോഴുള്ള അതിൻ്റെ സമാപന പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ കുറേ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണെന്ന് കാണാൻ പോകുന്നത്. മിക്കവാറും നേരെ കേട്ടോ അവർ വരുമ്പോൾ. രാത്രി അങ്ങനെ വെടിയും ഇത് കമ്പക്കെട്ടൊക്കെ ഉണ്ട്. അതിലാണ് എൻ്റെ ഏക പ്രതീക്ഷ. അപ്പോൾ അതൊക്കെയാണെന്ന് ഞാൻ കാണാൻ പോകുന്നത്. പിന്നെ ഇപ്പം എന്താ ഇതിലൊന്ന് പിടിച്ച ഉത്സാഹമിത്ര കുമാര. അങ്ങനെ അവർ കൊട്ടാരക്കരയും തിരിച്ചിട്ടുണ്ട്. ഇവിടെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസമൊക്കെ ഉണ്ട്. അതിനുള്ള ശർക്കരസാണ് ഇവരിവിടെ ഇരുന്ന് അരി തള്ളുന്നത്. നമ്മുടെ ഓരോ പരിപാടികളും അങ്ങനെ പുരോഗമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ കിട്ടിയില്ല, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലൈറ്റ് ഇട്ട് അത് കണ്ടോളാം. നേരെ കിട്ടിയാലേ കാണാം. നേരെ വരുത്തിയാൽ മാത്രമാണ് ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുക. എന്നാലും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പായസം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംഭവ വികാസങ്ങളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു സാധനം കാണിക്കാം. പിന്നെ ചിക്കൻ്റെ പരിപാടി നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കുന്ന വ്ളോഗ് നമ്മൾ പ്രത്യേകിച്ച് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതും കാണുക. ഈ പരുവത്തിൽ നമ്മൾ എണ്ണയല്ല, എൻ്റെ പേരെന്തിനാണ്, ഉള്ളി സവാളയിട്ട് മൂത്തോണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ് പരിപാടി. നേരം ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് സമയത്തായിരുന്നു അവിടെ ഉള്ളി എന്താ ചെയ്യാൻ പറ്റും. അങ്ങനെ രാത്രി ഒരു 6 മണി ആയിട്ടുണ്ട്. നേരെ കണ്ട ഒന്നും കാണാനില്ല. ഇരുട്ടിയിട്ടുണ്ട്. ഇതുവരെ അവരെ കാണാനില്ല. അവരെവിടെ എത്തുന്നറിഞ്ഞ് ഒരു കോട്ടയത്തെന്നാണ് നമുക്ക് ഇതിനോട് അറിയാൻ. എൻ്റെ തലയോട് മറത്തിരിക്കും. എൻ്റെ കൈ തന്നെ കണ്ടായിരിക്കുന്നത് തിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഒരു കോട്ടൂരെത്തി 10 മിനിറ്റിനകത്തോളം തിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ കണ്ട ഇതിൻ്റെ അകത്ത് വെട്ടമില്ലാത്തതുകൊണ്ട് കറുകറ് കുമ്മനെ ഇരിക്കുന്നത്. അവർ വരാനാണ് ഞാൻ കാത്ത് കെട്ടിയിരിക്കുന്നത്. വന്നിട്ടാണ് ബാക്കി പരിപാടി നടക്കുകയുള്ളൂ. നേരെ ഇരുട്ടുന്നതിനോടവിടെ ഓടകം ഇവിടെ എത്തുമെന്നാണ് വിചാരിച്ചത്. അത് സാഹസികമായിട്ട് അവരെ കാണാനില്ല. വരാതെ ഇരിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ വന്നാലേ വല്ലതും നടക്കുകയുള്ളൂ. മനോഹരിതമായിട്ടുണ്ടല്ലോ. നേരം കിട്ടി എങ്ങും കുറ്റാക്കൂട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഗോസ്റ്റ് പടപട എടുത്തു നിൽക്കുന്നത്. ഇതിന് മറ്റേ ഫിറമോണല്ല ഫ്ലോറസെന്റ് ആ സാധനം വെച്ചാണ് ഇന്നലെ ഉണ്ടാക്കിയത്. നല്ല പടപടായിരിക്കുന്ന ഗോസ്റ്റ്. എന്തായാലും തിളങ്ങുന്ന സാധനം. ലോകമൊക്കെ വെട്ടിത്തിളങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും പെട്ടില്ല. നമ്മുടെ കണക്കൂട്ടിൽ ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. അവരിങ്ങ് വന്നില്ല. അവർ കടുവമൂട് വരുള്ളെന്നാണ് പറഞ്ഞത്. അല്ല, വണ്ടിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമെന്ന് അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞത് കൊണ്ട് അവരുടെ കയ്യിൽ വെട്ടമില്ലാത്തത് കൊണ്ടും നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. അവിടെ കാര്യം പറയുന്നത് അതങ്ങനെ അല്ല അല്ല. അങ്ങനെ അവരങ്ങനെ വരാത്തത് കൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കടുവമൂട്ടിലോട്ട് അങ്ങനെ പോവുകയാണ്. ഇരുട്ട് അവരുടെ കയ്യിൽ വെട്ടമില്ല. അങ്ങനെ നമ്മൾ വെട്ടമൊക്കെ കൊണ്ട് വെട്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെട്ടം. ഈ വെട്ടം കൊണ്ട് നമുക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അവർ കോട്ടൂരിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവരങ്ങനെ കോട്ടൂരിൽ നിന്ന് വരുമ്പം വിളിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അറിയിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിളിച്ച് നോക്കിയിട്ട് പരിധിക്ക് പുറത്ത് അവരങ്ങനെ റേഞ്ച് ഇല്ലാത്തടത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഇനി കടുവമൂട്ടിലോട്ട് നടന്ന് ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് 15 പോട്ട് മുക്കാൽ ഒരു അരമണിക്കൂറിനകത്ത് അവർ ഇങ്ങോട്ട് എത്തുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ അവരിങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കടുവമൂട്ടിലെത്തണം. അതുകൊണ്ടാണ് ഈ പോക്ക് പോകുന്നത്. അതാണ് പ്ലാനിങ്. ഇവിടെ എന്താ വത്തലായിട്ട് കാണാം. അങ്ങനെ വന്ന് നമ്മൾ ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ടവർ. ഇവിടെ എന്താ കാണാമോ? കമ്പിക്കൂടുകളാ അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെയാണ് ടവറിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഈ വനത്തിൽ ഇവിടെ വെച്ച് മണ്ണാങ്കോണം, അണകാല്,
ഈ ടവറുകളിലൊക്കെ വാലിപ്പാറ ഈ ടവറുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചുവപ്പ് ലൈറ്റാണ്. പക്ഷെ ഇതിൻ്റെ മണ്ടയിൽ വെച്ചിരിക്കുന്നത് മാത്രം പച്ച ലൈറ്റാണ്. അതിൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെന്തോ ദുരുദ്ദേശമുണ്ട്. അങ്ങനല്ല, അതിനെന്തോ തക്കതായ കാരണമുണ്ട്. ഇവിടെ ഇരുന്ന് കണ്ടുകൂടാ. ഞങ്ങളങ്ങനെ കടുവമൂട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെട്ടമില്ല, വെട്ടമുള്ളതിലേക്ക് ഇങ്ങനെ വരണ്ട. വെട്ടമൊന്നും കൊണ്ട് നമ്മളിതാ കടുവമൂട്ടോട്ട് എത്തപ്പെട്ടിട്ടുണ്ട്. കുറ്റാക്കൂരിട്ട് അവിടെ കൊണ്ട് വെട്ടം. അല്ല, അവർ എണ്ണാക്കൊന്നിലെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ വിളിച്ചപ്പോൾ അവർ എണ്ണാക്കൊന്നിലെത്തി. അങ്ങ് പൊടിയത്ത് പോയിട്ടേ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒത്തിരി വൈകിപ്പോയി. നേരത്തെ ആയിപ്പോയി. വരട്ടെ, അവർ വരുന്നത് വരെ കാത്തിരിക്കാം. വണ്ടി അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ കയറി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് ഷൂട്ടാം. പൊളിച്ചിരിക്കണം എന്ന് വരുമ്പോൾ കാണരുത് നമ്മളെ. പക്ഷെ അവരെന്നെ നമുക്ക് കാണണം. അവരുടെ വണ്ടി വരുന്നത് കാണാം. ആ വളയപ്പ് അതാ ഒരു വണ്ടിയെ വന്നുള്ളതായി. ഞാൻ വിചാരിച്ച എല്ലാ വണ്ടി ഒരുമിച്ചാണ് വന്നെന്ന്. അല്ലല്ല, ഒരുമിച്ച് തന്നെ. ബാക്കിൽ നിന്ന് വണ്ടി വരുന്ന 2 പെണ്ണോ, ഒരെണ്ണം ബൈക്കാണെന്ന് തോന്നുന്നു. അല്ല, 2 ജീപ്പ് തന്നെ. ഇതാ വരികയാണ്. കുപ്പനം കാണുന്നു. ഇത് ബൊലേറാണ് തോന്നുന്നു. കാരണം അയ്യപ്പോ എന്താ അവിടെ വന്ന അത് നിർമ്മ. അടുത്ത വണ്ടി വരുന്നു. പിന്നെ വന്ന വണ്ടി അവിടെ നിൽക്കുകയാണ് സാഹസ്യമായി. എന്താ വണ്ടിയിലും കലതൊക്കെ ഇരുന്ന് ആലിപ്പൂങ്ങിയുള്ള വരവാണത്. ഒരു ലൈറ്റ് ഓഫ് ആയിക്കളഞ്ഞ് അകത്താണെന്ന് കണ്ടില്ല. 2 വണ്ടി ഉണ്ടായിരുന്നല്ലോ. ബാക്കിൽ നിന്നൊരു വണ്ടി വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജീപ്പ് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറിയിട്ടുണ്ട്. വണ്ടി ആയിട്ട് വരണം. താഴെയാടാ പോണേ. താഴെ പോണ്ട കാരണം താഴെ പോരാ. വരാറില്ലല്ലോ. താഴെ പോയിട്ടേ കയറുന്നുള്ളൂ. നമ്മളിപ്പോ ഇവിടെ താഴെ പോവുകയാണ്. അല്ല ഇവിടെ പറഞ്ഞു അതെന്താ ചാക്കല് ഇവിടെ തല്ലി. അടക്കല്ലേ ചരണയ്യപ്പൂ 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 കത്താവുള്ളൂ.
ആ പേപ്പർ വെച്ചിട്ട് കത്തിച്ചെങ്കിലോ പണ്ടപ്പെടായിരുന്നു തന്നെ. നാളെ പോലെ അടിച്ചല്ലേ പടയരുത്തിയപ്പോ പോലെ മണ്ണിലൊന്നും അടിച്ചളയില്ല, കല്ല് തന്നെ അടിച്ചോ. പിന്നല്ല ഞാനേ ഇപ്പൊ ഏകദേശം ഒരു സമാപനമായിട്ടുണ്ട്. കുട്ടിയാനകത്ത് പോയെന്ന് തോന്നുന്നു. അതെങ്ങനെ ആരെങ്കിലും കുട്ടാനെ ഇങ്ങോട്ട് വിളിച്ചേ? ഇതിനെയൊക്കെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മാലയൊക്കെ ഊരി എല്ലാം മംഗളം ശുഭമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കമ്പമുണ്ട്, കമ്പക്കെട്ട്, കമ്പം പൊട്ടിക്കാൻ പോവുകയാണ്. ഇനി അതിലേക്കാണ് കിടക്കുന്നത്. ഒന്നും പറ്റില്ല, കാലിന്റെ ഇടയിൽ വന്ന് പൊട്ടരുത്. താറയൊക്കെ എടുത്തൊക്കെ പോട്ടിന് അയ്യടാ അത് കിടിലായിരുന്നു.